Dear students, IRR related to a problem ചെയ്യാം. Question number 5. From the following information, calculate IRR. IRR calculate ചെയ്യാനാണ് പറയുന്നത്. Follow from the following information. Cost എന്ന് പറയുന്നത് 22,000. That is cost ഇവിടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ലേ പറയുന്നത് എത്രയാണ് 22,000. പ്രൊജക്ട് കോസ്റ്റ് എത്രയാണ് 22,000. ക്യാഷ് ഇൻഫ്ലോ പറയുന്നത് ദാറ്റ് ഈസ് ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇറ്റ് ഈസ് 12,000, for the second year it is 4,000, for the third year it is 2,000 and for the fourth year it is 10,000. അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്, അതുപോലെ കോസ്റ്റും ക്യാഷ് ഔട്ട്ഫ്ലോവും തന്നിട്ടുണ്ട്. ഫ്രം ദിസ് ഇൻഫർമേഷൻ യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് വിച്ച് വൺ IRR കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ IRR കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ക്യാഷ് ഇൻഫ്ലോ എന്താണ് ഈക്വൽ ആവുന്ന സിറ്റുവേഷനും ക്യാഷ് ഇൻഫ്ലോ അൺഈക്വൽ ആവുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് അൺഈക്വൽ ആണ്. സോ അൺഈക്വൽ ആവുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, PV ഫാക്ടർ കണ്ടുപിടിക്കണം. സോ PV ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? PV ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വി ഓൾറെഡി നോ ഹൗ മച്ച് ഇറ്റ് ഈസ് 22,000 അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ് 22,000. ബട്ട് ആവറേജ് ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട്. സോ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ 4 ഇയേഴ്സത്തെ ക്യാഷ് ഇൻഫ്ലോ പ്ലസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 4 ഇയർ. സോ 12,000 പ്ലസ് 4,000 പ്ലസ് 2,000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ 4 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7,000 കിട്ടി. ഓക്കെ. സോ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? 7,000. So now we want to find out the PV factor. PV factor എത്രയാണ് നോക്കാം. ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 22,000. ആവറേജ് ക്യാഷ് ഇൻഫ്ലോ പറയുന്നത് 7,000. സോ 22,000 ഡിവൈഡഡ് ബൈ 7,000 പറഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3.14 കിട്ടി. സോ നമ്മുടെ PV ഫാക്ടർ പറയുന്നത് 3.14. അപ്പോൾ ഈ 3.14 4 ഇയേഴ്സിൽ 3.14 PV ഫാക്ടർ വരുന്ന അന്യൂറ്റി ടേബിളിൽ ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ. സോ ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണ്? 3.14 ദാറ്റ് ഈസ് ഫോർ ദ 4 ഇയേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ദാറ്റ് ഈസ് അന്യൂറ്റി ടേബിൾ 4 അന്യൂറ്റി ടേബിൾ ഇവിടെ ശ്രദ്ധിക്കുക. അന്യൂറ്റി ടേബിൾ 2 4 ഇയേഴ്സിൽ 3.14 പറഞ്ഞിട്ട് വരുന്നത് എവിടെയാണ്? ദാറ്റ് കംസ് അണ്ടർ 3.14 പറയുമ്പോൾ 10%ൽ 3.17 വരുന്നത്, 12%ൽ 3.037 വരുന്നത്. സോ നമ്മളുടെ ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് ഫാക്ടർ ലൈസ് ബിറ്റ്വീൻ 10%ഉം 12% ഇൻ ബിറ്റ്വീൻ ആണ് ഇരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടർ പറയുന്നത് എത്രയാണ്? 10% ഉണ്ട് 12%. സോ ഇൻ ബിറ്റ്വീൻ 10 and 12%ലാണ് വരുന്നത് അന്യൂറ്റി ടേബിൾ. ദാറ്റ് ഈസ് ദ പ്രസന്റ് വാല്യൂ ഫോർ n ഇയേഴ്സ് പറഞ്ഞത്. ഇവിടെ 4 ഇയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ 4 ഇയേഴ്സിൽ നമ്മുടെ PV ഫാക്ടർ പറയുന്നത് 3.14 ആണ്. സോ ഈ 3.14 ഇറ്റ് വിൽ കംസ് ഇൻ ബിറ്റ്വീൻ 10%ഉം 12%ഉം ഇടയിലാണ്. 10%ൽ 3.17 ആണ്, മോർ ദാൻ PV ഫാക്ടർ ഇത് കിട്ടി. 12% ആകുമ്പോൾ ലെസ് ആണ്. അപ്പോൾ ഈ രണ്ടിടെ ഇടയിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഡിസ്കൗണ്ട് ഫാക്ടർ വരുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. സോ ഹിയർ അപ്പോൾ നമുക്ക് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ എന്താണ് 10%ഉം 12% എന്നുള്ളതാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 10% വെച്ചിട്ട് ആദ്യം എന്ത് കാണണം? NPV കാണണം. സോ 10% NPV വന്നിട്ട് ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് NPV അറ്റ് 10% പറഞ്ഞിട്ടുള്ള ഹെഡിങ് കൊടുക്കുക. നമ്മൾ ഓൾറെഡി NPV നമ്മൾ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയാണ്? നമുക്ക് ഫസ്റ്റ് കോളം ഫോർ റൈറ്റിംഗ് ദ ഇയർ, സെക്കൻഡ് കോളം ഫോർ ക്യാഷ് ഇൻഫ്ലോ, തേർഡ് കോളം ഫോർ റൈറ്റിംഗ് ദ ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് 10% and fourth column for writing the present value. So 4 years നമ്മളിവിടെ ക്വസ്റ്റ്യൻ നമ്മൾ 4 years എഴുതി. അതുപോലെ ക്യാഷ് ഇൻഫ്ലോ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ കോപ്പി ചെയ്യണം. ദാറ്റ് ഈസ് 12,000, 4,000, 2,000 and 10,000. ഓക്കെ. ഇനി ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് 10% നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്കറിയാം എത്രയാണ്? 10% ഡിസ്കൗണ്ട് ഫാക്ടർ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ തന്നിട്ടുണ്ട്. 10% ഡിസ്കൗണ്ട് ഫാക്ടർ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, 10% ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണ്? പ്രസന്റ് വാല്യൂ അറ്റ് 10%. ഫോർ ദ ഫസ്റ്റ് ഇയർ ഇറ്റ് ഈസ് 0.909, for the second year 0.826, for the third year 0.751 and for the fourth year 0.683. So ഇവിടെ പ്രസന്റ് വാല്യൂ അറ്റ് ₹1 ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് 10% ഇവിടുന്ന് 4 ഇയേഴ്സിൻ്റെ എന്ത് ചെയ്യുക? എടുത്തിട്ട് നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാം. സോ ദാറ്റ്
ഫോർ ദ 4 ഇയേഴ്സിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ നമ്മൾ എഴുതി 0.909, 0.826, 0.751, 0.683. ഇനി നെക്സ്റ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. പ്രസന്റ് വാല്യൂ എങ്ങനെയാണ്? ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ. സോ ഫോർ ദ ഫസ്റ്റ് ഇയർ 12,000 റുപ്പീസിൻ്റെ ഇന്നത്തെ പ്രസന്റ് വാല്യൂ, നെക്സ്റ്റ് ഇയർ 12,000 കിട്ടുന്നത് ഇന്ന് അതിൻ്റെ പ്രസന്റ് വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. 12,000 ഇൻറ്റു 0.909 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10,908. For the second year 4,000 into 0.826 ചെയ്തപ്പോൾ 3,304. For the third year 2,000 into 0.751 ചെയ്തപ്പോൾ 1,502. For the fourth year 10,000 into 0.683 ചെയ്തപ്പോൾ 6,830. Okay, so present value of cash inflow കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത്? ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. സോ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ഈ 4 ഇയറുടെ ടോട്ടൽ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. സോ 10,908 പ്ലസ് 3,304 പ്ലസ് 1,502 പ്ലസ് 6,830 ചെയ്തപ്പോൾ 22,544 കിട്ടി. സോ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടി. ഇനി നമുക്ക് NPV കിട്ടണമെങ്കിൽ നമ്മളുടെ ഫോർമുല എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്. കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് എത്രയാണ്? 22,000. സോ ഫ്രം ദിസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ ചെയ്തപ്പോൾ 22,000 മൈനസ് ചെയ്തപ്പോൾ NPV നെറ്റ് പ്രസന്റ് വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? പ്ലസ് 544 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്ലസ് 544. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ നോക്കി IRR പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IRR നേരത്തെ നമ്മൾ സിമ്പിൾ ടേംസിൽ IRR പറഞ്ഞു എന്താന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് IRR ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് NPV ഈസ് 0. NPV 0 ആവുന്നതാണ് നമ്മുടെ IRR റേറ്റ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. IRRന്റെ മീനിങ് ഇവിടെ NPV നമുക്ക് 0 ആണോ? അല്ല, പ്ലസ് 544. അപ്പോൾ ഇവിടെ 0 അല്ല, NPV 0 അല്ല. അപ്പം നമുക്ക് എന്താണ് ഇവിടെ നമ്മളുടെ ഈ 10% നമ്മുടെ IRR ആണോ? അല്ല, നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്യണേ. ഇൻ കേസ് ഓഫ് ഇറഗുലർ ക്യാഷ് ഇൻഫ്ലോ എന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്യാം. സോ ഇവിടെ IRR 0 അല്ലാത്തതുകൊണ്ട് NPV 0 അല്ലാത്തതുകൊണ്ട് IRR ഇറ്റ് ഇസ് നോട്ട് 10% അല്ല. ഇസിന്റ്? ഇനി നമുക്ക് എന്താ നോക്കാം? 12%. നെക്സ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു IRR പറഞ്ഞിട്ട് 10 × 12 ഇൻ ബിറ്റ്വീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12% നോക്കാം IRR. അപ്പോൾ 12% നോക്കുമ്പോൾ സെയിം ഇതേപോലെ പ്രസന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ ഹെഡിങ് കൊടുക്കുക പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അറ്റ് 12% എന്നുള്ളത് കൊടുക്കുക. കാൽക്കുലേഷൻ ഓഫ് NPV അറ്റ് 12% പറഞ്ഞു കൊടുക്കാം. First column for writing the year, second column for writing the cash inflow, third column for writing the discount factor, and fourth column for writing the PV factor. So 4 years ആണുള്ളത്. ക്വസ്റ്റ്യന് അങ്ങനെ കോപ്പി ചെയ്യുക 4 years. Then cash inflow also ക്വസ്റ്റ്യന് നമ്മൾ എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക 4 years. First year for 12,000, second year 4,000, third year 2,000, and fourth year 10,000. Now discount factor at 12%. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ 12% ഡിസ്കൗണ്ട് ഫാക്ടർ ഉണ്ട്. അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. സോ 12% പറയുമ്പോൾ ഫസ്റ്റ് ഇയർ പറയുമ്പോൾ 12% പറയുമ്പോൾ എത്രയാണ്? 0.893. For the second year it is 0.797. That is discount factor at 12%. Okay. Third year it is 0.712, and for the fourth year 0.636. Okay. Now we want to find out the present value. Present value എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? Cash inflow into discount factor. That is for the first year it will become 12,000 into 0.893 will gives you 10,716. ഇനി സെക്കൻഡ് ഇയറിൽ പറയുന്നത് 4,000 into 0.797 will gives you 3,188. ഇനി തേർഡ് ഇയറിൽ പ്രസന്റ് വാല്യൂ പറയുന്നത് 2,000 into 0.712 will gives you 1,424. In the fourth year 10,000 into 0.636 will gives you 6,360. Okay. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ചെയ്യണം. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്? ഈ 4 ഇയേഴ്സ് പ്രസന്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. ദാറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ഇയർ 10,716 പ്ലസ് 3,188 പ്ലസ് 1,424 പ്ലസ് 6,360. ഈ 4 ഇയേഴ്സും കൂടെ പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 21,688 കിട്ടി. സോ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്?
21,688. ഇനി എൻ പി വി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഔട്ട്ഫ്ലോ ഇവിടെ എത്രയാണ്? 22,000. സോ മൈനസ് 22,000. So 21,688 minus 22,000 will gives you net present value എത്രയാണ്? minus 312. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ സീറോ അല്ല, ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്. 10% ആണെങ്കിൽ പോസിറ്റീവും 544, 12% ആകുമ്പോൾ നെഗറ്റീവ് 312 ആണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് മീൻസ് നമ്മുടെ IRR ലൈസ് ബിറ്റ്വീൻ 10%ഉം 12%ഉം ഇടയിലാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. ഫോർമുല അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രസന്റ് IRR എത്രയാണെന്ന് നോക്കാം. സോ IRR കാണാനുള്ള ഫോർമുല നമുക്കറിയാം. IRR is equal to L plus P1 minus Q divided by P1 minus P2 into H minus L. ഓക്കെ, ഇനി ഇത് കാണുന്ന സമയത്ത് L പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി ഫോർമുലയെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. L മീൻസ് എന്താണ്? ലോവർ ഡിസ്കൗണ്ട് റേറ്റ്. ഇവിടെ നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റിൽ ലോവർ ഡിസ്കൗണ്ട് റേറ്റ് എന്താണ്? 2 ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, 10%ഉം 12%ഉം. അപ്പോൾ ഇതിൽ ലോവർ വൺ പറയുന്നത് എന്താണ്? 10%. സോ വി റോട്ട് ഇറ്റ് ആസ് 10. ഇനി P1, what is meant by P1? Indicates present value at lower rate. So present value at lower rate എത്രയാണ്? നമുക്ക് present value of cash inflow at lower rate 10% എന്താ പറയുക? 22,544. So 22,544 minus what is Q? Q means എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. Q പറഞ്ഞാൽ നെറ്റ് ക്യാഷ് ഔട്ട്ലേ, നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ. നെറ്റ് ക്യാഷ് ഔട്ട്ലേ എത്രയാണ്? ഔട്ട്ഫ്ലോ 22,000. So minus 22,000 divided by P1. P1 നമുക്ക് ഓൾറെഡി അറിയാം, 22,544 മൈനസ് P2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് P2 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? പ്രസന്റ് വാല്യൂ അറ്റ് ഹയർ റേറ്റ്. സോ പ്രസന്റ് വാല്യൂ അറ്റ് ഹയർ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 12% ആണ് ഹയർ റേറ്റ്. സോ ഹയർ റേറ്റിലെ പ്രസന്റ് വാല്യൂ എത്രയാണ്? 21,688. സോ 21,688 ഇൻറ്റു ഇനി H മൈനസ് L. H പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹയർ ഡിസ്കൗണ്ട് ഫാക്ടർ, ദാറ്റ് ഈസ് 12 മൈനസ് L പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോവസ്റ്റ് ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണ്? 10. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 പ്ലസ് 22,544 മൈനസ് 22,000 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 544 ഡിവൈഡഡ് ബൈ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 22,544 മൈനസ് 21,688 ചെയ്തപ്പോൾ 856 ഇൻറ്റു 12 മൈനസ് 10 എത്രയാണ്? 2. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 10 പ്ലസ് 554 ഡിവൈഡഡ് ബൈ 856 ഇൻറ്റു 2 ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ്? 1.27. സോ 10 പ്ലസ് 1.27 ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 11.27%. സോ നമ്മുടെ IRR പറയുന്നത് എത്രയാണ്? 11.27% ആണ് നമ്മുടെ IRR. ഇനി ഈ ഫോർമുല അല്ലാതെ നമുക്ക് വേറൊരു ഫോർമുലയും കൂടെ ഉണ്ട് IRR കാണാൻ വേണ്ടിയിട്ട്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ദാറ്റ് ഈസ് ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് NPV ഡിവൈഡഡ് ബൈ positive NPV plus negative NPV into higher rate minus lower rate. Okay, so 10 lower rate എത്രയാണ് നമുക്കുള്ളത്? 2 റേറ്റ് ആണ് നമുക്കുള്ളത് ഇവിടെ, 10ഉം 12ഉം. സോ ലോവർ റേറ്റ് ഇസ് 10%. സോ 10 പ്ലസ് പോസിറ്റീവ് NPV എത്രയാണ്? പോസിറ്റീവ് NPV 544 അല്ലേ? അപ്പോൾ 544 എഴുതി പോസിറ്റീവ് NPV ഡിവൈഡഡ് ബൈ പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV. പോസിറ്റീവ് NPV ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 544 പ്ലസ് നെഗറ്റീവ് NPV എത്രയാണ്? 312 ഇൻറ്റു ഹയർ റേറ്റ് എത്രയാണ്? 12 മൈനസ് ലോവർ റേറ്റ് എത്രയാണ്? 10. ഓക്കെ, സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 11.27 ആണ് കിട്ടുന്നത്. സോ രണ്ട് ഫോർമുലകളും ചെയ്തപ്പോൾ 11.27 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 11.27 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ IRR പറയുന്നത് എന്താണ്? 11.27.